ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുക്കിംഗ് വീഡിയോ ആണ്. നമ്മളിന്ന് റാഗിയുടെ വെർമിസെല്ലി ഉപയോഗിച്ചുകൊണ്ട് ഒരു പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിവിടെ റാഗിയുടെ വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെർമിസെല്ലി ഒന്ന് വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് കുതിർത്തെടുക്കണം. വെർമിസെല്ലി കുതിർക്കുവാൻ വേണ്ടി നമ്മളിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് വെള്ളത്തിൽ നല്ലതുപോലെ മുക്കി വെക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് കുതിരട്ടെ. ഇതിൻ്റെ 2 മിനിറ്റ് കുതിരുമ്പോഴത്തേക്ക് നമുക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നമുക്ക് വെള്ളം വെക്കാം. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കുതിർന്ന വെർമിസെല്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പുട്ടുകുറ്റിക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാം. ആദ്യമേ നമ്മൾ ഇതിനകത്തിലേക്ക് ചില്ലിട്ട് കൊടുക്കുകയാണ്. നമുക്ക് ലേശം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുതിർന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ വെച്ച് ഫില്ല് ചെയ്യാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന കുറ്റിയെടുത്ത് ഇതിന് മുകളിലേക്ക് വെക്കാം. നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ട്. ഇത് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് ആവിയിൽ വെക്കാം.
അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.